ശബരിമലയിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ പിടിയിൽ. തേനി സ്വദേശികളായ വസന്ത് കുറുപ്പുസ്വാമി എന്നിവരാണ് പിടിയിലായത്. മരക്കൂട്ടത്തിന് സമീപത്ത് വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ റാന്നി കോടതിയിൽ ഹാജരാക്കും. എം മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, എന്താണ് വിവരങ്ങൾ? മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവർ മോഷണ സംഘത്തിൽപ്പെട്ടവരാണോ? എന്താണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത്? രണ്ടുപേരെയാണ് സന്നിധാനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മരക്കൂട്ടത്തിന് സമീപത്ത് വെച്ചാണ് ഈ രണ്ടുപേരെയും പോലീസ് പിടികൂടുന്നത്. സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് ഇവരെ രണ്ടുപേരെയും കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ പിടികൂടിയപ്പോൾ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ബ്ലേഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മോഷണത്തിനായി ഉപയോഗിച്ച് വരുന്നതായെന്ന് ആണ് പോലീസ് നിഗമനം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവരങ്ങൾ തമിഴ്നാട് പോലീസിനും കൈമാറിയിട്ടുണ്ട്. കാരണം ഇവർ തമിഴ്നാട് സ്വദേശികൾ, തേനി സ്വദേശികളെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. രണ്ടുപേരാണ് ഈ പോലീസ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണയായി ശബരിമലയിലെ ഈ തീർത്ഥാടന കാലത്ത്, മണ്ഡലകാലത്ത് തന്നെ നിരവധി മോഷ്ടാക്കൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിനുണ്ട്. ഇതിൻ പ്രകാരമാണ് ഈ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് രണ്ടുപേർ, അതായത് ഈ തമിഴ്നാട് സ്വദേശികളെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള പേരുകളാണ് ഈ കറുപ്പുസ്വാമിയും അതുപോലെ തന്നെ വസന്തും. ഇവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പിന്നീട് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഈ മണ്ഡലകാലത്ത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. കൂട്ടമായി വരുമ്പോൾ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് ഒരാളെങ്കിലും ഉണർന്നിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇവരെ പോലീസ് സംശയത്തിന്റെ പേരിൽ പിടികൂടിയെങ്കിലും ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഈ ബ്ലേഡ് ഉൾപ്പെടെ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത് ഇവർ മോഷ്ടാക്കൾ തന്നെയാണെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർന്ന് കോടതിയിലേക്ക് ഈ പ്രതികളെ കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, ശരി മനോജ്.